യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി പുതുമുഖ നടി റിനി ആൻ ജോർജ്. യുവ നേതാവിൽ നിന്ന് ദുരനുഭവമുണ്ടായി. അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞു. നടപടിയുണ്ടായില്ല. പാർട്ടിയിലെ പല സ്ത്രീകൾക്കും ദുരനുഭവമുണ്ടായി. അവർ കാര്യങ്ങൾ തുറന്നു പറയണം. ധാർമ്മികതയുണ്ടെങ്കിൽ നേതൃത്വം നടപടിയെടുക്കണമെന്നും റിനി ആൻ ജോർജ്. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയ് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. വലിയ ഗൗരവമാണ്. കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു. എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള സ്ത്രീകളും. നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകരുത്. ധാർമ്മികത വേണം, കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ ധാർമ്മികത വേണം. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, എന്തൊക്കെയാണ് പുതുമുഖ നടി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? നിതിൻ, ഗുരുതരമായ വെളിപ്പെടുത്തലാണ് യുവനടിയുടെ ഭാഗത്തും ഉണ്ടായത്. യുവനേതാവ് ആരാണെന്നോ അല്ലെങ്കിൽ യുവനേതാവിന്റെ പ്രസ്ഥാനം ഏതാണെന്നോ പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ചില സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ തുറന്നു പറച്ചിലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി ഈ ചോദ്യം ഉണ്ടായി. പക്ഷേ അത് നിഷേധിക്കാനോ അതാണെന്ന് പറയാനോ ഈ യുവനടി തയ്യാറായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, ചില സൂചനകൾ ഈ തുറന്നു പറച്ചിലിന് പിന്നിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ചില ഗുരുതരമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് 3.5 വർഷം മുൻപാണ് ആദ്യമായി ഈ യുവനേതാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത്. അതിനുശേഷം പലതവണ ഉപദേശിച്ചു, വഴക്ക് പറഞ്ഞു, നേരെയാക്കാൻ നോക്കി. പക്ഷെ നേരെയാകുന്നില്ല എന്ന് കണ്ട പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തുറന്നു പറച്ചിൽ തയ്യാറായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫെബ്രുവരിയിൽ വരെ ആ യുവ നേതാവിൽ നിന്നും ഒരു അശ്ലീല സന്ദേശം അടങ്ങുന്ന മെസ്സേജ് തനിക്ക് ലഭിച്ചു. പക്ഷേ ഇത് നേതൃത്വത്തിന് മുമ്പിൽ ശ്രദ്ധപ്പെടുത്തു എന്ന് പറഞ്ഞപ്പോൾ പോയി ശ്രദ്ധയിൽപ്പെടുത്തു എന്നായിരുന്നു ആ യുവ നേതാവിന്റെ നിലപാട്. മാത്രമല്ല, ഇതിനു മുൻപും സമാനമായ തന്നെ പീഡനക്കേസിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അതെല്ലാം അതിജീവിച്ച് വന്നിട്ടുണ്ട് എന്ന പ്രതികരണമാണ് ഈ യുവ നേതാവിന്റെ ഭാഗത്തും ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരമൊരു ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് കൂടി പെരുമാറുന്ന യുവ നേതാവിനെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധവും ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ നേതാവിനെതിരെ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ നടപടി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിക്കും എന്നാണ് ഇന്നിപ്പോൾ ഈ യുവനടിയുടെ ഭാഗത്തും വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഗുരുതരമായ നിരവധി കാര്യങ്ങൾ ഇന്ന് ഈ യുവനടി പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ യുവ നേതാവിന് അതിനുശേഷമാണ് സ്ഥാനമാനങ്ങൾ നൽകിയിരിക്കുന്നത്. ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. മാത്രമല്ല, ഈ യുവ നേതാവ് പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിലെ പെട്ട നേതാക്കളുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും സമാനമായ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രതികരണമാണ് ഇന്നിപ്പോൾ റിനിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ നേതാക്കളുടെ ഭാഗത്തും നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയം ഒരു നേതാവിനോട്, ഈ യുവനേതാവിന്റെ പ്രസ്ഥാനപ്പെട്ട നേതാവിനോട് സൂചിപ്പിച്ചപ്പോൾ അതവന്റെ മിടുക്ക് എന്നായിരുന്നു പ്രതികരണം ഉണ്ടായത്. ആ നേതാവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ ഇന്ന് യുവനടി തയ്യാറായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആളുകൾ ഇത്തരത്തിൽ യുവനേതാക്കളൊക്കെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ചില ധാർമ്മികതകൾ പാലിക്കേണ്ടതുണ്ട് എന്ന ഒരു പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ യുവനേതാവിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ തുടർ നടപടി മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെ ആവർത്തിക്കുകയാണ്. ചില സൂചനകൾ ഇന്ന് യുവനടിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് കൂടി തന്നെയാണ് പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും പരാതിയെ അറിയിച്ചിരുന്നുവെന്നും ഒക്കെ നടി വ്യക്തമാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഈ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ടല്ലോ. അത്തരത്തിൽ ഈ ഒരു പ്രതികരണം പ്രതീക്ഷിക്കണമെന്ന് ഇതിൽ തീർച്ചയായും. കാരണം ചില സൂചനകൾ ഇന്നത്തെ ഈ യുവനയുടെ ഭാഗത്തും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് കൂടിയാണ് ഇയാളുടെ ഒരു പെരുമാറ്റം എന്ന് വ്യക്തമായപ്പോൾ തന്നെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങൾ എന്തായാലും സ്വാഭാവികം ഉണ്ടാകും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ പല പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവ നേതാവിനെതിരെ മുൻപ് സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, പല പെൺകുട്ടികൾക്കും ഇത്തരം ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു തുറന്നു പറച്ചിലിന് അവർക്കൊരു അവസരമാകട്ടെ എന്ന നിലയിൽ ഇത്തരമൊരു തുറന്നു പറച്ചിൽ താൻ തയ്യാറായതെന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ റിനിയുടെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും ഇതിൽ ഈ യുവ നേതാവ് പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കളടക്കം ഇതിൽ പ്രതികരണം നൽകേണ്ടി വരും. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെയും സമാന മന്ത്രിയിൽ തന്നെ പരാതികൾ ഈ യുവ നേതാവിനെതിരെ ഉയർന്നിരുന്നു. അത്തരം പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് പാർട്ടി നേതാക്കളുടെ ഭാഗത്തെല്ലാം തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും പേര് പറയാനോ അല്ലെങ്കിൽ പ്രസ്ഥാനം ഏതെന്ന് വെളിപ്പെടുത്താനോ ഇന്ന് നടി തയ്യാറായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോകുന്നത്, അതിനുശേഷം മാത്രമേ തന്റെ തുടർ നീക്കങ്ങൾ എന്താണെന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും
ഏറ്റവും ഒടുവിൽ ഈ ഫെബ്രുവരി വരെ ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ തയ്യാറായിരിക്കുന്ന കാര്യമാണ് നടത്തിയിരിക്കുന്നത്. ഗുരുതരമായ വെളിപ്പെടുത്തലാണ് യുവ നേതാവിനെ നൽകിയിരിക്കുന്നത്, അതും ജനപ്രതിനിധിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പരാതിക്ക് ഗൗരവം ഏറെയാണ്. ആ ഒരു നിലയിൽ തന്നെ ഇതിനെ ഈ പ്രസ്ഥാനം അതിനെ പരിഗണിക്കും എന്നൊരു പ്രതീക്ഷ എന്തായാലും ഈ ഘട്ടത്തിൽ ഈ യുവനടിക്ക് ഉണ്ട്. പക്ഷേ അത് ഇല്ല എങ്കിൽ എന്തായാലും തുടർ നടപടി മുന്നോട്ട് പോകും എന്ന നിലപാട് ആവർത്തിക്കുകയാണ് യുവനടി റിനി. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.